ഓക്കെ. അപ്പോൾ എന്താണ് അഞ്ചാമത്തെ എക്സ്പെരിമെൻറ്റ് എന്താണ് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് ഈ കൊല്ലത്തെ ഈ കൊല്ലത്തെ എന്നല്ല ഈ സെമസ്റ്ററിൻ്റെ എക്സ്പീരിയൻസ്. പക്ഷേങ്കിൽ സെക്കൻഡ് ലാസ്റ്റിൽ വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. എന്താണ് മെഷർമെൻറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ ബൈ സിയർലെസ് അപ്പാരറ്റസ്. ഇത് ഞാൻ പേര് വായിച്ചാൽ എനിക്ക് തെറ്റാന്ന്, പ്രൊണൗൺസിയേഷൻ തെറ്റാന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അങ്ങനെ ഐ തിങ്ക് ഇറ്റ്സ് വെരി കൂൾ നെയിം, സിയർലെസ് അപ്പാരറ്റസ്. കണ്ടുപിടിക്കേണ്ടത് ഈ പറഞ്ഞ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ യൂസിങ് സിയർലെസ് അപ്പാരറ്റസ്. അത് തന്നെയാണ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കോളംസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡയമീറ്റർ ഓഫ് കോപ്പർ റോഡ്. ഡയമീറ്റർ ബേസിക്കലി നമ്മൾ എന്ത് വെച്ചിട്ട് കണ്ടുപിടിക്കുക, നമുക്ക് ഇവിടെ ഇപ്പം തൽക്കാലത്തേക്ക് വെർനിയർ കാലിപ്പർ ഉപയോഗിച്ചാൽ മതി. വെർനിയർ കാലിപ്പർ വെച്ചിട്ട് ഈ പറഞ്ഞ ഇത് ഇവിടെ എന്തൊക്കെയോ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതിയാണ്, ഞാൻ പറഞ്ഞുതരാം ഇത് എന്താണെന്നുള്ളത്. ബേസിക്കലി ഇത് കുറച്ച് എക്യുപ്മെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. എക്യുപ്മെൻറ്റ്സ് എല്ലാം വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് ബേസിക്കലി എൻ്റെ ഫിഗർ വരുന്നത്. ഈ ഫിഗർ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല, ഞാൻ ഇതിലല്ലേ ഫിഗർ കാണിച്ചു തരാം. ഇതല്ല, ഇവിടെ പോയി നമ്മളെ ഇതുമല്ല, അയ്യോ പോയി, അടുത്ത് വെച്ചൊരു ഫിഗർ ഉണ്ടല്ലോ. തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു ഫിഗർ മതി. ഇതാണ് ബേസിക്കലി നമ്മൾ ആ ഒരു പെട്ടി പോലത്തെ സാധനം എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ ഈ കാണുന്ന പെട്ടിയാണ് ബേസിക്കലി ഈ പെട്ടി എന്ന് പറയുന്നത്. ഈ പെട്ടീൻ്റെ ഉള്ളിലാണ്, ഈ സൂട്ട് കേസ് പോലത്തെ പെട്ടീൻ്റെ ഉള്ളിലാണ് ഈ ഒരു സാധനം കണ്ട, ഈ ഒരു ബ്രൗൺ കളർ പോലത്തെ ഈ ഒരു സിലിണ്ടറാണ് ബേസിക്കലി നമ്മളെ കോപ്പറിൻ്റെ ആ മെറ്റീരിയലിനെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ മുകളിലേക്ക് പോകുന്ന 2 ഹോൾസ് ഇവിടെ ഉണ്ട്. ഈ സ്റ്റീലിനെ കൊണ്ട് ഉണ്ടാക്കിയ സാധനം മുകളിലേക്ക് 2 ഹോൾസ് പോകുന്നുണ്ട്. അതേപോലെ ഇവിടുത്തെ ടേബിൾ എന്ന് പറയുന്നത് ടേബിൾ ഓഫ് മാസ് ഓഫ് വാട്ടർ കളക്റ്റഡ്. ഓക്കെ, അതെല്ലാം നമുക്ക് ചെയ്യാനുണ്ട് ഏതായാലും. അപ്പോൾ പിന്നെ ഇവിടെ വേറൊരു ടേബിൾ കൂടിയുണ്ട്. അപ്പോൾ ബേസിക്കലി എൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. തെർമൽ കണ്ടക്ടിവിറ്റി കെ ആണ് വേണ്ടിയിട്ട്. എന്താ ഈ കെ എന്ന് പറയുന്നത്? തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിന് എത്രത്തോളം ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു എബിലിറ്റി, എത്രത്തോളം ഹീറ്റിന് അതിന് താങ്ങാൻ പറ്റും, ടോളറേറ്റ് ചെയ്യാൻ പറ്റും, ആ കപ്പാസിറ്റിനെയാണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എം എന്ന് പറയുന്നത് മാസാണ്. മാസ് ഓഫ് ദി വാട്ടറാണ്. അതേപോലെ സി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അത് വാട്ടറിന് ഒരു സ്പെസിഫിക് ഹീറ്റിനൊരു വാല്യൂ ഉണ്ടാവും. അത് ഓൾറെഡി ഒരു ഫിക്സ്ഡ് വാല്യൂ ആണ്. ഇത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടറാണ്. അതേപോലെ ഡി എന്ന് പറയുന്നതാണ് നമ്മൾ ബേസിക്കലി ആ ഒരു ഡിസ്റ്റൻസ്. അതായത് ഇവിടെ കണ്ട, അതായത് ഈ ഒരു ഇതും തമ്മിൽ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് ആണ് ബേസിക്കലി ഈ ഡി എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ ഈ എ എന്ന് പറയുന്ന ഏരിയ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഡയമീറ്റർ എന്ന് കിട്ടിയല്ലോ. ഇത് സിലിണ്ടർ ആണല്ലോ, റൗണ്ട് ഷേപ്പ് ആണല്ലോ. ഇതിൻ്റെ ഡയമീറ്ററിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ റേഡിയസ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, πr² വെച്ചിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഇത് Q3 അല്ല, ഇത് Q എന്നല്ല, ഇത് വായിക്കുക θ3, θ4, θ1, θ2. ഇതൊക്കെ ഓരോ ടെമ്പറേച്ചേഴ്സാണ്. 4 ടെമ്പറേച്ചറിൽ. ഇത് ആക്ച്വലി ഞാൻ എഴുതിയ കുറച്ച് മാറിപ്പോയിട്ടുണ്ട്, അടുത്ത് വേറെ പെന്നുണ്ട്. ഇത് ആക്ച്വലി ഞാൻ Q എന്ന് വിചാരിച്ചിട്ട് ചെയ്തു, പക്ഷേ ഇത് Q അല്ല, θ1 ആണ്. അതായത് തീറ്റ ബേസിക്കലി ടെമ്പറേച്ചറിനെ സൂചിപ്പിക്കുന്നത്. ഇത് കണ്ട് ഡിഗ്രി സെൽഷ്യസ് അല്ല കൊടുത്തിട്ട് 4 ടെമ്പറേച്ചേഴ്സിൻ്റെ റീഡിങ്സ് നമ്മൾ മെഷർ ചെയ്യലാണ് ബേസിക്കലി നമുക്ക് പണി വരുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞില്ല, ഇതൊന്നും വെറുതെ തിയറി വയസ്സിലൊന്നും തിരിയൊന്നുമില്ല. അലാക്കിൻ്റെ കുറേ ഭാര്യകൾ ചെയ്തെന്നല്ലാണ്ട് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഇതിപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതേപോലെ എന്തുണ്ടാവും, ഈ പറഞ്ഞ നമ്മൾ ഇവിടുത്തെ ഒരു ഹോളിൽ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. പൈപ്പ് ഇൻ ദ സെൻസ് ഒരു കുഞ്ഞ് ട്യൂബ് പോലത്തെ അവിടെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു പിങ്ക് കളർ ഒരു വയർ പോലത്തെ ഒരു സാധനം ബേസിക്കലി ആ ഒരു കുഞ്ഞ് ഇതുണ്ടാവും. അത് ഇതിൻ്റെ മുകളിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ കണക്ട് ചെയ്ത സാധനം ബാക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഞാൻ വേറെ ഏതെങ്കിലും കാണിച്ചു തരാം. ഇത് നമ്മളെ ട്യൂബാണ്. ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കോട്ടേക്ക് ഈ ട്യൂബ് ഇങ്ങനെ അത്യാവശ്യം കുറച്ച് വലിയ വയറാണ്. അവിടെ ചുരുണ്ട് കടന്നിട്ട് ഇതെടുത്തൊക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അവിടെ എന്തുണ്ടാവും, ആ വെച്ച സെറ്റപ്പിന് അവിടെ തൊട്ട് ബാക്കിലായിട്ട്, അതായത് നമ്മൾ ഈ ടേബിളിൻ്റെ മുകളിലാണ് ഈ സാധനം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഞാൻ ടേബിൾ ഇവിടെ വരക്കാം. ടേബിളിനുള്ളപ്പോൾ ഈ പെട്ടിയുടെ വരച്ചിട്ട് പെട്ടീൻ്റെ ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ടേബിളിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു പ്രഷർ കുക്കർ ഉണ്ടാവും. അത് ഡിപ്പെൻസ് നമ്മൾ എന്ത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നതല്ല ഹീറ്റ് സപ്ലൈന്. ഇവിടുത്തെ കേസിൽ നമ്മൾ ഒരു പ്രഷർ കുക്കർ ബേസിക്കലി നമ്മളെ പുരയിലെല്ലാം പോപ്കോൺ ഉണ്ടാക്കിയതിന് ഉപയോഗിക്കുന്ന അതേ പ്രഷർ കുക്കറിന്, സ്റ്റീലിനെ കൊണ്ടില്ല, ആ മുകളിൽ റൗണ്ടില്ല, അതേ പ്രഷർ കുക്കർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു ഇൻഡക്ഷൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും.
ഏത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചൂടാവുന്ന സാധനമല്ല, അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ എന്തുണ്ടാവും, അതിൻ്റെ തുറന്ന് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അപ്പോൾ എന്താവും, ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ വെള്ളത്തിന് എന്താ സംഭവിക്കുക, വെള്ളം ഹീറ്റായിട്ട് ഇവാപറേഷൻ ഗ്യാസ് എന്താ ചെയ്യും, ഗ്യാസ് പുറത്തേക്ക് വരും. ആ ചൂടായിട്ടുള്ള ഗ്യാസ് അപ്പോൾ എന്താ ഇവിടുത്തെ നമ്മൾ ബേസിക്കലി അപ്പോൾ എന്താ ഇവിടെ എന്തുണ്ട്, ആ ഒരു പുറത്തേക്ക് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ എന്തുണ്ട്, ഒരു ചെറിയ നോബ് പോലത്തെ ഉണ്ട്. നമ്മളതിനെ പിടിച്ച് മുകളിലോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഒരു എന്താണ് കിച്ചണിലെല്ലാം ഏരിയകൾക്ക് മനസ്സിലാവും. ആ സാധനം എന്താ പുക പുറത്തേക്ക് വരും. നല്ല ചൂടായില്ല, കൈ തട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി കൈൻ്റെ കാര്യം തീർന്ന്. അത്രയും എന്താണ് ഇമ്പാക്റ്റ് ഇല്ല. ഒരു എന്താ ഹോട്ട് എയർ പുറത്തേക്ക് വരും, വേപ്പേഴ്സ് ആയിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഇതിനെ പുറത്തേക്ക് വിടുന്നതിന് അവർ നേരെ എന്താ ഈ പൈപ്പിലൂടെ, ഇത് പൈപ്പ് നല്ല ഈ ട്യൂബിലൂടെ ഇതിനെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നേരെ ഈ പറഞ്ഞ ഹോട്ടയിലെ സാധനം കംപ്ലീറ്റ് ചെയ്താൽ ഈ വയർ കൂടെ പോയി ഇപ്പോൾ ഇതിലൂടെ ചുറ്റി ബ്ലൂ ലാസ്റ്റ് എന്താ ഇവിടുത്തെ വരെത്തി, ഈ സെറ്റപ്പ് വരെത്തി. അപ്പോൾ ഈ എൻഡ് എന്ന് പറയുന്നത് ബേസിക്കലി എന്തായിരിക്കും, ഇതിൻ്റെ ഹോട്ട് എൻഡ് ആയിരിക്കും. അത് ബേസിക്കലി ഈ സാധനം കംപ്ലീറ്റ് ചൂടായിട്ട് ഉണ്ടാവും. ഈ കോപ്പർ റോഡ് കംപ്ലീറ്റ് ചൂടായിട്ട് ഉണ്ടാവും. ഇതിനെ തൊടുമ്പോൾ തന്നെ അതിൻ്റെ ചൂട് നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൽ ഏടെങ്കിലും വരെ തൊട്ട് കഴിഞ്ഞാൽ ഈ ഒരു വയറിൻ്റെ അടുത്തായിട്ടെല്ലാം തൊട്ട് കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ ചൂട് അറിയാൻ പറ്റും ഈ ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ വെറുതെ എന്താണ് തൊട്ടിട്ട് എന്താണ് കൈ പൊള്ളിപ്പോയെന്നൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. കാരണം ഇതെല്ലാം ചൂട് പിടിച്ച ചൂടിനെ കൊണ്ട് കളിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആണ്. അതേപോലെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇത് കണ്ട, ഇത് ആക്ച്വലി രണ്ടെണ്ണം ഇവിടെയല്ല വരേണ്ടത്. ഇതിലൂടെ ഈ പൈപ്പിലൂടെയാണ് എന്ത് വരുന്നത്, ഈ പറഞ്ഞ ഹോട്ടായിട്ടില്ലേ നമ്മളെ ഇത് വരുന്നത്. അതേപോലെ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ലെവൽ ടാങ്ക് വെച്ചിട്ടുണ്ട്. അത് ഏടിയ വെച്ചിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ഇത് കണ്ട, ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ഇവിടെയാണ് ഇത് വരുന്നതെങ്കിൽ എന്താ പറയുക, ആ പ്രഷർ കുക്കറിൻ്റെ ബാക്കിലായിട്ട് വരുന്നെങ്കിൽ ഇതിൻ്റെ സൈഡിലായിട്ടാണ് എന്ത് വരിക, ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു തണുത്ത വെള്ളം എന്നല്ല, ഒരു നോർമൽ എന്താണ് ഈ പറഞ്ഞ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം എന്തുണ്ടാവും ഇതിലുണ്ടാവും, ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ നേരെ സെൻറ്ററിൽ കൂടെ മുകളിലോട്ടേക്ക് വരുന്നൊരു ഇതുണ്ടാവും. ഇതുപോലത്തെ ഒരു ഹോള്, അതായത് ഇത് കണ്ട ഈ എല്ലാ ഓൾമോസ്റ്റ് ഈ ഹോൾസെൽ ഇവിടുത്തെ ഹോള് ഈ ഹോൾസെൽ ഓൾമോസ്റ്റ് സെയിം എന്താണ് ഷേപ്പിലുള്ള സാധനം തന്നെ ഇങ്ങനൊരു ഹോൾ ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ എന്തുണ്ടാവും, ഈ പറഞ്ഞ ഇവിടെ ഒരു ഇതുണ്ടല്ലോ, ഒരു ഹോൾ ഉണ്ടല്ലോ. ഇവിടെ ആക്ച്വലി 2 ഹോളുണ്ട്. ഈ ഹോൾ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പിലെ ട്യൂബ്, ഇതൊന്നൊരു ഹോട്ട് എൻഡിലല്ല കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇതിലോട്ട് ചൂടുപോയി ഇവിടെ ഈ ഓട്ടോമാറ്റിക്കലി ഹോട്ടായി. ഇതിൻ്റെ വേറൊരു എൻഡ് എന്തുണ്ടാവും, പൈപ്പിൻ്റെ വേറൊരു എൻഡ് ഈ പറയുന്ന നമ്മളെന്താണ്, ഇത് നമ്മൾ ബാക്കിലായിട്ട് വെച്ച സെറ്റപ്പ് ഇവിടെയാണ് ആ ഒരു ഇത് വരുന്നതെങ്കിൽ എന്താ കോൾഡ് വാട്ടർ എന്ന് പറയാൻ പറ്റില്ല, ഒരു നോർമൽ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന എന്താണ് ചൂടൊന്നും ഉണ്ടാവില്ല, കൈ നമുക്ക് അതിൽ വെറുതെ വേണ്ടി കിട്ടു വെക്കാൻ പറ്റും, അങ്ങനത്തെ സെറ്റപ്പാണ്. എന്തുണ്ടാവും ഇവിടെ ഈ പറഞ്ഞ ഇതിലൂടെ ഒരു പൈപ്പ് ഇവിടെ വെച്ചിട്ടുണ്ടാവും. അതായത് ഇവിടെയല്ല, ഈ ഇതിലല്ല, ഈ ഒരു സ്ഥലത്ത് അതിൻ്റെ പൈപ്പ് വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിനെ ആയിട്ട് വെക്കാനും മറ്റേ സൈഡിനെ കോൾഡ് ആയിട്ട് വെക്കാനാണ് ആ ഒരു സെറ്റപ്പ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. എന്താണ് കോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സെൻസ് റൂം ടെമ്പറേച്ചറിൽ നോർമലായിട്ടുള്ള വാട്ടർ. അതേപോലെ എന്തുണ്ട്, ഇത് കണ്ട ഇവിടെ ആക്ച്വലി നമ്മളെ ചെയ്തപ്പോൾ ഇവിടെ 2 ഇതേപോലത്തെ ഹോൾസ് ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒറ്റ ഹോൾ മാത്രം. ഇതിങ്ങനെ ക്യാപ്പ് പൂട്ടിയിട്ടല്ല ഉണ്ടാവും, ഈ മൂടി തുറന്നിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇവിടെ കണക്റ്റഡ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന കോൾഡ് എന്ന് പറയുന്നതാണ്, പക്ഷേ നിങ്ങൾ വിചാരിച്ചത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ പച്ചവെള്ളം എന്നൊക്കെ പറയുന്ന സംഭവം തന്നെ. അപ്പോൾ ഈ പച്ചവെള്ളം എന്ത് ചെയ്യുന്നത്, അല്ലാണ്ട് കോൾഡ് വാട്ടർ എന്താണ് തണുത്ത ഐസ് പോലത്തെ വെള്ളം ഒന്ന് സ്റ്റോർ ചെയ്യാനൊന്നും അത്ര ഫെസിലിറ്റിയിലെ ലാബൊന്നും അല്ല അത്. അപ്പോൾ അത് ഇങ്ങനെ എന്ത് ചെയ്യും, ഈ പൈപ്പിലൂടെ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇവിടെ എന്തുണ്ടാവും, ഇവിടെ ഈ പറഞ്ഞ ആ ഒരു നോർമൽ പച്ചവെള്ളം പോലത്തെ വെള്ളം നമുക്കിവിടെ കിട്ടും. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സാധനത്തിൽ നമുക്ക് തെർമോമീറ്റർ ഇട്ട് വെക്കാനില്ലതാണ്. ഇതിലൂടെയാണ്. അപ്പോൾ ഈ സെറ്റപ്പ് മനസ്സിലാക്കുന്നതിൽ പ്രധാനമാണ്. ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നോർമലായിട്ടുള്ള വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് കോൾഡ് മറ്റേ സൈഡ് ഹോട്ടായിട്ട് നിൽക്കുന്നത് റിലേറ്റീവ്ലി ആലോചിച്ച് നോക്കുക. പച്ചവെള്ളം ആണെങ്കിൽ ചൂടുവെള്ളത്തിന് വെച്ച് നോക്കുമ്പോൾ പച്ചവെള്ളം കുറച്ച് കോൾഡ് ആയിരിക്കുമല്ലേ, ഇത് ആ സെൻസിൽ ആലോചിക്കുക. അപ്പോൾ എന്തുണ്ടാവും ഇവിടെ, എന്തുകൊണ്ടാണ് ഹോൾ വെച്ചത് നിങ്ങൾ സംശയമെങ്കിൽ, അപ്പോൾ ഈ സാധനം അതായത് എന്താണ് വെള്ളം ഇതിലേ കൂടി ഇങ്ങനെ എന്തുണ്ട് മുകളിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ നിറഞ്ഞ കവിഞ്ഞൊഴുകുകയെന്ന് പറയുമ്പോൾ ഇതൊന്ന് ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് മറിഞ്ഞുകൊണ്ടിരിക്കേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനൊരു ഹോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ എനിക്കൊന്നും എന്നോട് പറഞ്ഞ മാറിപ്പോയിട്ടുണ്ട്. ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു പൈപ്പ് മറ്റേലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബേസിക്കലി ഒരു ഹോൾ ആക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ വെള്ളം ഒഴുകി പോകാണ്ടിരിക്കേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വെള്ളം ഇങ്ങനെ ആ ഒരു, അതായത് ഇവിടെ എന്തുണ്ടാവും, ഇവിടെ ഞാൻ പറഞ്ഞില്ല ആ ഒരു പറയാം എനിക്കിതൊരു ഞാൻ പറയില്ല, ഇത് ആക്ച്വലി ഒരു ഹോളാണ്.
ഈ ഒരു വട്ടത്തിലുള്ള ഹോളാണ്. അപ്പോൾ എന്താ വെള്ളം അതിൽ ജസ്റ്റ് നമുക്ക് കാണുന്ന സമയത്ത് കോൺസ്റ്റൻറ്റ് ലെവൽ എന്ന് പറയേണ്ടിക്കൽ എന്തായിരിക്കണം, ഈ ജസ്റ്റ് ഈ സർഫേസിനെ തൊടുന്ന പോലെ അതേപോലെ എന്താ വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ടാവും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണോ, ആ ഒരു കയറി പോകുന്നത് കാണാൻ പറ്റണം. അല്ലാണ്ട് അതിൻ്റെ മുകളിൽ കൂടി വെള്ളം വന്നിട്ട് ഇങ്ങനെ അതിനെ മറിഞ്ഞിരിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു അവസ്ഥ ആവാൻ പാടില്ല. ജസ്റ്റ് എന്താ ഈ ഒരു ലെവലിൽ കംപ്ലീറ്റ് എന്താ ജസ്റ്റ് അതിനെ, അതായത് അപ്പോൾ എന്താ നമുക്കിങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് എന്താണ് ഒരു കാണുമ്പോൾ എന്താ പറയേണ്ടത്, കാണുമ്പോൾ എന്താ നിറഞ്ഞിട്ടില്ല, പക്ഷേങ്കിൽ അതിലൂടെ വെള്ളം പോകുന്നത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഉണ്ടാവും. ഈ പറഞ്ഞ അതായത് വെള്ളം താഴേക്ക് പോകുന്ന പോലത്തെ എന്താണ് ഇവിടെ ഈ ഒരു ലെവലെത്തുമ്പോൾ അതിനാണ് കോൺസ്റ്റൻറ്റ് ലെവൽ ഇതെന്ന് പറയേണ്ടത്, ലെവൽ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി കോൺസ്റ്റൻ്റായിട്ട് ഇതിനെ കൊണ്ട് കോൺസ്റ്റൻ്റായിട്ട് നിലനിർത്തുന്നതിനെ കൊണ്ട് അങ്ങനെ ഏതായാലും കറക്റ്റ് റീഡിങ്സ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ലെവലിൽ നിൽക്കുന്നതിൽ ആദ്യം ഉറപ്പ് വരുത്തുക, എന്നിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങാൻ പാടില്ല. നമ്മളെ കയ്യിൽ വേണ്ടൊരു സാധനമാണ് ഇതെന്ന് പറയുന്നത്. കാരണം ഇവിടെ കണ്ട സെക്കൻഡ്സ് ഒക്കെ എടുക്കുന്നത്, സെക്കൻഡ്സ് എടുക്കുന്നുണ്ട്, നമുക്ക് എന്ത് വേണം, സെക്കൻഡ്സ് ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ കയ്യിൽ മറ്റേ ടൈമർ വേണം, നമ്മൾ സ്റ്റോപ്പ് വാച്ച് വേണം. ഇങ്ങനെ ടിക്ക് എന്ന് ഓണായി കഴിഞ്ഞാൽ 2 1 2 3 4 5 അവസാനമായിട്ട് എന്താ അത് സ്റ്റോപ്പ് അടിച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവുന്ന ആ സ്റ്റോപ്പ് വാച്ചിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഈ സെറ്റപ്പ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് ആദ്യം നോക്കേണ്ടത് നമ്മൾ ഈ ടെമ്പറേച്ചേഴ്സ് എല്ലാം കോൺസ്റ്റൻ്റ് ആവണം. അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു നോക്കണം. 4 തെർമോമീറ്റർ ഉണ്ടോ, ഏത് മെർക്കുറീൻ്റെ ഒരു ഞാൻ പറഞ്ഞുതരാം, ഒരു യെല്ലോ കളറ് ഒരു തെർമോമീറ്റർ ഉണ്ടാവും. അതിലെങ്ങനെയാണ് മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഒരു നേരിയതായിട്ടുള്ള ഒരു തെർമോമീറ്റർ ആയിരിക്കും. അതിൻ്റെ നമ്മളെ ചെറുപ്പത്തിലെല്ലാം ചെറിയ പ്രായത്തിലെല്ലാം നമ്മൾ പനി കാണിക്കുമ്പോൾ എന്താ നമ്മളെ ഷോൾഡറിൻ്റെ അവിടെ ഒരു ഇത് വെക്കില്ല, ഒരു തെർമോമീറ്റർ വെക്കില്ല. ആ മെർക്കുറി തെർമോമീറ്ററാണ് ബേസിക്കലി ഇത്. അതിൻ്റെ താഴത്തറ്റം ഇങ്ങനെ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പിൽ ആ തെർമോമീറ്ററാണ് ഇത്. അതിലെന്തുണ്ടാവും, ഓരോ മാർക്കിങ്സ് ഉണ്ടാവും, 50 20 30 80 എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ മെർക്കുറിൻ്റെ കളർ എന്താ, സിൽവറാണ്. അത് കാണുമ്പോൾ ഒരു നേരിയ പോലത്തെ ഒരു വര ഇങ്ങനെ മുകളിൽ കയറി പോകുന്ന പോലത്തെ ഇതായിട്ട് ഇങ്ങനെ കാണും. ഒരു ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാവും. അതാണ് ബേസിക്കലി മെർക്കുറി കയറി പോകുന്നത്. ആ ടെമ്പറേച്ചർ ഞങ്ങൾക്കായിട്ട് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ എത്രത്തോളം ഹോട്ടാണോ കോൾഡാണോ നോക്കിയിട്ട്, കോൾഡ് ആണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ആ കയറുന്ന ഹൈറ്റ് കുറച്ചും കൂടി കുറവായിരിക്കും. ഹോട്ടാണെങ്കിൽ എന്താ കുറച്ചും കൂടി മോൾ 80 90 വരെ എല്ലാം ടച്ച് ചെയ്തു, 79 80 അതൊക്കെ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള റീഡിംഗ് ആണ്. കോൾഡ് ഇൻ ദ സെൻസ് റൂം ടെമ്പറേച്ചറിലെല്ലാം ഒരു 30 32 ആ റേഞ്ചിലെല്ലാം നിന്നിട്ടേ കളിക്കും. അതാണ് ഇതപ്പോൾ ഇതേടിൽ തെർമോമീറ്റേഴ്സ് വെക്കേണ്ടത്. ഒരു തെർമോമീറ്റർ ഇതിൽ വെക്കണം, ഒരു തെർമോമീറ്റർ ഇതിൽ വെക്കണം. അപ്പോൾ എന്താ അതെനിക്ക് തോന്നുന്നത് ഇത് കണ്ട Q1 Q2 ആണ് ബേസിക്കലി. ഇത് ബേസിക്കലി എന്താണ്, ഇത് ഹോട്ട് എന്നില്ല ആ ഒരു ഇതാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ബേസിക്കലി ഈ രണ്ടെണ്ണം ലോജിക്കലി അപ്പോൾ എന്തായിരിക്കും, നല്ല ഹോട്ടായില്ലേ. അപ്പോൾ എന്താ അതിന് കണക്കതിൽ നല്ല ടെമ്പറേച്ചർ ആയിരിക്കും. ഇവിടെ 84 ഡിഗ്രി, ഇത് 79. ഇപ്പോൾ മനസ്സിലായില്ല. അടുത്ത മൂന്നാമത്തെ തെർമോമീറ്റർ ഇവിടെ എന്തുണ്ടാവും, ഇവിടെ ഒരു വെള്ളം നമുക്ക് അതൊന്ന് വരുന്നേ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ മെഷർ ചെയ്യുക. ഇതും ബേസിക്കലി എന്താ, ഇത് ആ തണുത്ത വെള്ളം ഇൻ ദ സെൻസ് റൂം ടെമ്പറേച്ചറിലെ വെള്ളം വരുന്നതാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി എന്തായിരിക്കും, ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി എന്താണ് അതിൻ്റെ ഒരു ടെമ്പറേച്ചർ കുറവായിരിക്കും. ഇത് കണ്ട Q3 31 കണ്ട ടെമ്പറേച്ചർ ഡിഫറൻസ് കാണുന്നില്ലേ. ഈ നാലാമത്തെ തെർമോമീറ്റർ എവിടെയാണ് വെക്കണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഈ വാട്ടറിൻ്റെ ടാങ്ക് ഉണ്ടാവും. ടാങ്ക് എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നമ്മളെന്താണ്, ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം, സ്റ്റീലിൻ്റെ റൗണ്ട് കർവ്ഡ് സർഫേസ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഷേപ്പിലൊരു പാത്രം. അപ്പോൾ ഇതിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. ഇതിൻ്റെ പുറത്ത് ഇവിടുത്തെ 2-3 ഹോളെല്ലാം കാണാം, അവിടെ നിന്നും കുത്തി കയറ്റാൻ പാടില്ല. കാരണം എന്താ, പിന്നെ വെള്ളം ബ്ലോക്കായി പോകും. പിന്നെ ആ സാധനം മുകളിലേക്ക് ഈ സാധനം ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ വെള്ളം പുറത്തേക്ക് ഓവർഫ്ലോ ആയിട്ട് പോകാത്തത്. അതിനെ ഇനി കോൺസ്റ്റൻറ്റ് നേച്ചർ നിലനിർത്തുന്ന തന്നെ ഈ സാധനം ഇങ്ങനോട് ഇല്ലോണ്ടാണ്. നമ്മൾ ചെയ്തപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ അതായത് ഇവിടെ വെക്കേണ്ടതോ ഈ പുറത്ത് വെക്കേണ്ട സാധനം എന്ത് ചെയ്ത് ഒന്ന് ഈയിലേക്ക് ഹോളിലിട്ട് ഈയിലിട്ട്. അപ്പോൾ തന്നെ ടീച്ചർ പറയാൻ അത് ചെയ്ത തെറ്റാണെന്നുള്ളത്. ഇത് ഇവിടെ ആയിരുന്നു ഇടേണ്ട. നാലാമത്തെ തെർമോമീറ്റർ Q എന്നല്ല, ഞാൻ കുറേ നേരം Q എന്ന് പറയുന്നത് തീറ്റയാണ്. ഈ θ4 എന്നല്ല കിട്ടണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ പുറത്ത്, അതായത് പുറത്ത് ഇൻ ദ സെൻസ് ഇത് കണ്ട ഈ ഒരു വെള്ളത്തിനുള്ളിലായിട്ടാണ് ആ തെർമോമീറ്ററിനെ വെക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഉണ്ട് 28 ആണ്. പറയല്ലേ കോൾഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ടെമ്പറേച്ചർ കുറവായിരിക്കും. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ടേബിൾ കൂടി വരക്കണോ, സ്റ്റെബിലിറ്റി വെരിഫിക്കേഷൻ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ടെമ്പറേച്ചർ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ചൂടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, ടൈമർ ഓൺ ആക്കുക. ടൈമർ ഓൺ ആക്കിയിട്ട് 0. എന്നിട്ട് എന്ത് ചെയ്യുക, 0 ഇനീഷ്യലി ആകുമ്പോൾ അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം അതൊന്ന് സ്റ്റഡി ആവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. അതൊന്ന് ലെവലായി വരേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെ ആ ഒരു 4 തെർമോമീറ്ററിലോ, അതായത് 4 തെർമോമീറ്ററിലോ ഒന്നിക്കലും ഒരാൾ തന്നെ നോക്കുക, അല്ലെങ്കിൽ ഒരു 2 ആൾ 3 ആൾ വെച്ചിട്ട് ഇങ്ങനെ ഓരോ തെർമോമീറ്ററിൽ നോക്കുക.
അത് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഒന്ന് കോൺസ്റ്റൻ്റ് ആവും. അതും പിന്നെ മുകളിലേക്കും പോലെ താഴേക്കും വരില്ല, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു നമ്പർ ഇതുണ്ട് 84 ആണ്, 84 തന്നെ നിൽക്കും. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ സീറോയിൽ അത് ഇപ്പോൾ എന്താ, അപ്പോൾ അതായത് എന്താണ്, ഇത് ഇട്ടപാട് നേരെ പോയിട്ട് മെഷർ ചെയ്യാൻ തുടങ്ങലല്ല, അത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു 5-6 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഏകദേശം എത്തേണ്ട ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ കോൺസ്റ്റൻ്റ് ആയിക്കോളും. അപ്പോൾ ഇത് കണ്ട തുടക്കത്തിൽ എന്നിട്ട് ആ റീഡിങ്സിൽ എടുക്കും 85, 80, 32, 29. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്തൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് റീഡിംഗ് എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളൊരു 20 മിനിറ്റെങ്കിലും ഇത് ചെയ്യണം. എന്നിട്ട് എന്താണ്, ഒരു ലാസ്റ്റത്തെ 3, അതായത് ഇപ്പോൾ ഒരു 5 റീഡിങ്സ് അപ്പോൾ ടോട്ടൽ വരും. ലാസ്റ്റത്തെ 3 എണ്ണെങ്കിലും കോൺസ്റ്റൻ്റ് ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഈ വാല്യൂസിൽ നേരെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇത് നോക്ക്, ഈ വാല്യൂസിൽ അവിടെ നിന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് വേറെ സെപ്പറേറ്റ് കാൽക്കുലേഷൻ റീഡിങ്സ് എടുത്തിയൊന്നുമല്ല, അതേ സാധനം തന്നെ ഇവിടെ കട്ട് ആൻഡ് പേസ്റ്റ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റത്തെ 3 എണ്ണെങ്കിലും മിനിമം കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതാണ് ബേസിക്കലി ലോജിക്ക്. 5 മിനിറ്റ്സിലാകുമ്പോൾ നോക്കുക കറക്റ്റ്. അപ്പോൾ എന്താ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ടൈമർ ഓഫ് ആക്കണം. ടൈമർ ഓഫ് ആക്കരുത്. ടൈമർ ഓഫ് ആക്കാണ്ട് നിൽക്കുന്നതാണ് ഏറ്റവും ബുദ്ധിയുള്ള കാര്യം. അതെങ്ങനെ പോയിക്കോട്ടെ. പക്ഷേ കറക്റ്റ് 5 മിനിറ്റ് ആകുമ്പോൾ ഒരാൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ആ ഒരു 4 അല്ലെ 2 ആൾ വെച്ചിട്ട് ആ 2 തെർമോമീറ്ററിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. 5 മിനിറ്റ് അയാൾ ഇപ്പോൾ കറക്റ്റ് പറയുക 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ തെർമോമീറ്ററിൽ, അതായത് ഇവിടെ വെച്ചിട്ട് ഒരു തെർമോമീറ്റർ ഇവിടെ ഉണ്ടാവും, പിന്നെ ഈ 2 ഹോളിലും ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തേലിത് നോക്കണം, ഇവിടുത്തേലിത് നോക്കണം, ഇവിടുത്തേലിത് നോക്കണം, ഇവിടുത്തേലിത് നോക്കണം. ഒരാൾ തന്നെ 4 ചിലപ്പോൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായി പോകും. 2-3 ആളെ വെക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ എന്താ 84, 79 ആ ടെമ്പറേച്ചേഴ്സ് എല്ലാം നോട്ട് ചെയ്യുക. അതിന് ശേഷം പിന്നെ ഇതേ വീണ്ടും അതേ ആൾക്കാർ തന്നെ, അപ്പോൾ അവർ അവിടെ തന്നെ നിൽക്കണം. പിന്നെ എന്ത് ചെയ്യുക, അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് വെറുതെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം അങ്ങ് പോയിട്ട് പിന്നെ ടെമ്പറേച്ചറെല്ലാം പിന്നെ അങ്ങ് എന്താണ് ചിലപ്പോൾ മര്യാദ കിട്ടണമെന്നില്ല. 10 മിനിറ്റ്സ് ആയി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുക, ഇതേ ആൾക്കാർ ഇതേ ടെമ്പറേച്ചേഴ്സ് 1, 2, 3, 4 ഈ 4 ടെമ്പറേച്ചർ പിന്നെയും നോട്ട് ചെയ്യുക. 15-ാമത്തെ മിനിറ്റിൽ പിന്നെയും നോട്ട് ചെയ്യുക. 20-ാമത്തെ മിനിറ്റിലും പിന്നെയും 4 ടെമ്പറേച്ചേഴ്സ് നോട്ട് ചെയ്യുക. ആ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നേച്ചർ ആയിട്ടുണ്ടെങ്കിൽ, കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂസ് എല്ലാം സെയിമേ വരും. ഇത് കണ്ട 84, 79, 31, 28, 84, 79. അത് ഈ കോൺസ്റ്റൻ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ 4 വാല്യൂസ് സെയിം ആവണമെന്നല്ല. ഇവരെ റെസ്പെക്റ്റ് തീറ്റ 1 നോക്കുമ്പോൾ ഇതെല്ലാം സെയിം, തീറ്റ 2 നോക്കുമ്പോൾ ഇതെല്ലാം ഈ വാല്യൂ സെയിം, തീറ്റ 3 നോക്കുമ്പോൾ ഇതെല്ലാം സെയിം, തീറ്റ 4 ഇതെല്ലാം സെയിം. ഇതാണ് ഞാൻ കോൺസ്റ്റൻ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ വാല്യൂസ് ഇങ്ങനെ നോക്കുമ്പോൾ ഹൊറിസോണ്ടലി നോക്കുമ്പോൾ സെയിം ആവണമെന്നല്ല, വെർട്ടിക്കലി നോക്കുമ്പോൾ സെയിം ആയിരിക്കണം. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ. വെർട്ടിക്കൽ കോളത്തിൽ ഇറ്റ് ഷുഡ് ബി സെയിം. അങ്ങനെ ഇത് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, ഇവിടെ ഈ 3 ഇത് കണ്ട, ഇവിടെ ഇത് കണ്ടില്ല, തീറ്റ 1, തീറ്റ 2, തീറ്റ 3, തീറ്റ 4. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 4 അല്ലെ 3 റീഡിങ്സും എന്ത് ചെയ്യുക, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുക, ഇവിടെ ഇട്ട് കൊടുക്കുക, ഫിറ്റ് ആയി കൊടുക്കുക. 4 റീഡിങ്സ് ഇതിൽ എന്താണ്, ടേബിൾ ഓഫ് മാസ് ഓഫ് വാട്ടർ കളക്റ്റഡ് ആണ് ബേസിക്കലി. ഇപ്പോൾ 4 റീഡിങ്സ് എടുക്കുന്നെങ്കിൽ അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, 3 റീഡിങ്സ് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ലാസ്റ്റത്തെ 3 എടുത്തത്, 4 എടുക്കുമ്പോൾ പിന്നെ ലാസ്റ്റത്തെ 4 എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആയി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ, അതായത് ഇവിടെ നമ്മൾ ഈ പൈപ്പിൻ്റെ കുറേ കഥ പറഞ്ഞാൽ, ട്യൂബ് ഇവിടെ കണക്റ്റ് ആക്കി, ഇവിടുന്ന് മറ്റേ പ്രഷർ കുക്കറിലൂടെ സ്റ്റീം വന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ എന്തുണ്ടാവും, ഒരു പൈപ്പ് ഇങ്ങനെ പുറത്തേക്ക് അതിൻ്റെ വെറുതെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇതാ ഈ പൈപ്പ്, അതായത് ഈ ഇവിടെ ഒരിക്കലും ഒരു കുറേ പൈപ്പെല്ലാം ഉണ്ട്, അത് ചൊറഞ്ഞിട്ടെല്ലാം കിടക്കുന്നുണ്ട്. ഒരു പൈപ്പിൻ്റെ ഒരു എൻഡ് എന്തുണ്ടാവും, ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇത് കണ്ടോ, ഇത് നല്ല വരുന്നൊരു കണക്ഷനാണ്. പക്ഷേ ഒരു കണക്ഷൻ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യുന്നുണ്ടാവും, വെള്ളം എന്താ. അപ്പോൾ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്, ഈ ചൂടിൽ നിങ്ങൾ ആലോചിച്ചൊന്ന് വിഷ്വലൈസ് ചെയ്തേക്ക്, ചൂടിൽ സാധനം വന്ന് ഈ ഹോട്ട് റിസർവോയർ, ഇതിനെ റിസർവോയർ എന്നുള്ള സിസ്റ്റം എന്നാണ് പറയുക. റിസർവോയറാണ് ബേസിക്കലി. ഹോട്ട് റിസർവോയറിലൂടെ ഇങ്ങനെ വന്ന് കോപ്പറിൻ്റെ വയറിലൂടെ ഇങ്ങനെ കടന്നുപോയി. പിന്നെ എന്താ ഇവിടെ നമ്മളിപ്പോൾ എന്താ കാണുന്നത്, ഈ പുറത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഇവിടെ ടാങ്ക് ഉണ്ടായിരുന്നു, ആ കോൾഡ് വാട്ടർ അപ്പോൾ ആരെ സപ്ലൈ ചെയ്യുന്നത്, ഇവിടെ പുറത്ത് വെച്ച് കോൺസ്റ്റൻറ്റ് ആ ലെവൽ വാട്ടർ ടാങ്കാണ് ഈ പറഞ്ഞ. അപ്പോൾ എന്താ ഇങ്ങനെ ആ ഒരു കോപ്പറിലൂടെ വന്ന് പക്ഷേ എന്താ ഇവിടെ അപ്പോൾ എന്തുണ്ട്, അതിൻ്റെ പുറത്ത് നേരെ നമ്മൾ അപ്പോൾ എന്തുണ്ട് അതിന് സപ്ലൈ കൊടുക്കുന്നത് എന്താണ് ഇതെന്നാണ്. ഇപ്പോൾ ഇവിടെ വെള്ളം ഇങ്ങനെ ഉണ്ട്. അതിനപ്പോൾ എന്താവും, ഈ ചൂട് എന്തായി ലാസ്റ്റ് ഇവിടെ എത്തുന്നപ്പോഴത്തേക്ക് കണ്ടൻസ് ആയിട്ട് അപ്പോൾ തണുത്ത് എന്താവും, ആ തണുത്ത ഡ്രോപ്പ്ലെറ്റ്സ് ആയിട്ട് വെള്ളം എന്ത് ചെയ്യും, ഈ ലൂടെ പുറത്തേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക്. ചിലതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സ്റ്റഡി ഫ്ലോ ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ടാപ്പ് ഇങ്ങനെ മെല്ലനെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ മെല്ലനെ ഇങ്ങനെ ഒരു ഒഴുക്കിലങ്ങ് വരുമല്ലോ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഈ വാല്യൂ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ വല്ലാണം കൂടിപ്പോവും. ഇത് ബേസിക്കലി ഈ 2 പോയിൻറ്റ് സംതിങ് ഒന്നും കിട്ടാൻ പാടില്ല. 0 പോയിൻറ്റ് ഈ 0 പോയിൻറ്റ് കിട്ടണമെങ്കിൽ ഈ ഡിനോമിനേറ്റർ, അതായത് ഇതിപ്പോൾ
മാസ് ഡിവൈഡഡ് ബൈ ടൈമാണ്. ഇത് മാസ് ഡിവൈഡഡ് ബൈ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ മാസ് ഈ സാധനം ഡിവൈഡ് ബൈ ഇതാണ്. അപ്പോൾ ബേസിക്കലി ഇത് എന്താണ്, ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ, അതായത് 200 ഡിവൈഡ് ബൈ 91 ആണല്ലോ. അപ്പോൾ ഇത് ന്യൂമറേറ്ററിനെക്കാട്ടും വലുതായ മാത്രമേ ഇവിടെ 0 ആൻസർ കിട്ടുള്ളൂ. 1-നെക്കാട്ടും ചെറുതായിരിക്കണം ആ ഫ്രാക്ഷന്. അപ്പോൾ ഇത് കുറച്ച് കൂടിപ്പോയിട്ട് അതിന് കണക്കിൽ ആൻസർ ഞാൻ പറയുന്നത് ആൻസർ നമ്മൾ ആക്ച്വലി തെറ്റാണ്. ഞാൻ ജസ്റ്റ് പറയുകയാണ്. അപ്പോൾ എന്താ ഇങ്ങനെ ഫ്ലോ വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പകരം എന്ത് ചെയ്യണം, ഒരു ഡ്രോപ്പ് 1 ഡ്രോപ്പ് 2 ഡ്രോപ്പ് അങ്ങനെ ഡ്രോപ്പായിട്ട് വരുവാണെങ്കിൽ എന്താ, അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഈ റീഡിങ്സ് അപ്പോൾ എന്താ വളരെ ടൈം എടുത്തിട്ടേ വരുള്ളൂ. ടൈം എടുക്കുന്നതാണ് ആക്ച്വലി നല്ലത്. ഇങ്ങനെ സ്റ്റഡി ആയിട്ട് വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും പിന്നെ ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് അങ്ങനെയാണോ വരുന്നതെന്നുള്ളത്. അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവിടെയാണ് നമുക്ക് ആക്ച്വലി പിഴച്ച് പോയത്. അത് നമ്മൾ ആക്ച്വലി ഇത് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല അതിന്. അപ്പോൾ എന്താ, അപ്പോൾ ഇവിടെ മറ്റേ അതിങ്ങനെ അപ്പോൾ കളക്ട് ചെയ്യണമല്ലോ, വെറുതെ എന്താണ് അത് ഇങ്ങനെ മറിഞ്ഞോ സമ്മതിക്കരുതല്ലോ. അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ടാവും, ബക്കറ്റ് ആടിയിലായിട്ട് ഉണ്ടാവും, നീല ബക്കറ്റായിട്ട് ഉണ്ട് എന്ന് കൂട്ടുക. നീല ബക്കറ്റിലേക്ക് നമ്മൾ ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ ടെമ്പറേച്ചർ വേരിഫൈ അല്ല ഇങ്ങനെ ഓരോന്നിൽ 20 മിനിറ്റെല്ലാം വെച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു വെള്ളം ഇങ്ങനെ പോയിരുന്നുണ്ടോ. അപ്പോൾ ഈ വെള്ളത്തിന് ഇതിൽ കളക്ട് ചെയ്യുക. അതിന് നമ്മുടെ ഇവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ടോ, അതിലേക്ക് ഇങ്ങനെ മറിച്ചുകൊണ്ട് നിൽക്കുക. ഇവിടെ ഒരു സ്റ്റൂൾ ഉണ്ടോ, ഒരു സ്റ്റൂൾ വെച്ചിട്ടുണ്ടോ, സ്റ്റൂളിൻ്റെ മുകളിൽ ബക്കറ്റ് വെച്ചിട്ട് കളക്ട് ചെയ്യുക. അതേപോലെ ഇത് റെഡി ആയി കഴിഞ്ഞാൽ തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ വാല്യൂസ് എല്ലാം കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ റീഡിങ്സ് എടുക്കാൻ തുടങ്ങേണ്ടത്. 200 ml, അതായത് എന്ത് ചെയ്യുക, ഇവിടെ കണ്ടേ 200 ml, അത് ആക്ച്വലി ഗ്രാമിലാണ് കൊടുത്തില്ലേ. കാരണം ഇവിടെ ml ആണെങ്കിലും ഇവിടെ ഗ്രാം തന്നെ, അതായത് എന്താ ml ഗ്രാം. മാസ് ഇവിടെ ആക്ച്വലി വോളിയം എന്നാണ് പറയേണ്ടത്. പക്ഷേ എന്താ, കാരണം നമുക്കറിയാം ഡെൻസിറ്റി വാട്ടറിൻ്റെത് എന്താണ്, ഈ പറഞ്ഞ ആ റേഷ്യോ ഉണ്ടല്ലോ, മാസ് ബൈ വോളിയത്തിന് റേഷ്യോ സെയിം ആയതുകൊണ്ട് എന്താ നമുക്ക് എന്താണ് ഇപ്പോൾ 1 ml = 1 ഗ്രാമായിട്ട് ഇക്വേറ്റ് ചെയ്യും. മറ്റേ ഓയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീഡിയത്തിൻ്റെ കേസിൽ അങ്ങനെ പറ്റൂല. വാട്ടറിനുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ്. അതിൽ മാസും എന്താണ് ഈ പറഞ്ഞ മാസ് = ഏത് വോളിയം. അപ്പോൾ 200 ml എന്നുള്ളത് 200 ഗ്രാം എന്നുള്ളത് സെയിം ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു ബീക്കർ ഉണ്ടാവും. ബീക്കറിൽ ഈ പറഞ്ഞ ഇത് കോൺസ്റ്റൻ്റ് ആയി. അപ്പോൾ എന്താ, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ബക്കറ്റ് മാറ്റിയിട്ട് ഈ ബീക്കറിൽ എന്തുണ്ടാവും 100 എന്നുണ്ടാവും, പിന്നെ അതേപോലെ 200 എന്നുള്ള റീഡിങ് ഉണ്ടാവും. ഈ പറഞ്ഞ കറക്റ്റ് ഈ ബീക്കർ ഇവിടെ വെക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഈ ബീക്കർ ഇവിടെ വെച്ച് അപ്പോൾ ഇതിൽ വീണ് പോകും. എന്താണ് ഇതിലേക്ക് എന്താണ് ഒരു ഒറ്റ ഫസ്റ്റ് ഡ്രോപ്പ് വീഴുന്നപ്പോഴത്തേക്ക് ടൈമർ പിടിച്ചാൽ സ്റ്റോപ്പ് വാച്ച് പിടിച്ചാൽ അപ്പാടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്താ ഡ്രോപ്പ് വീണ് അപ്പോൾ ഒരാൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ആ വെള്ളം ഇങ്ങനെ അപ്പോൾ കുഞ്ഞ് നിറഞ്ഞ് ലാസ്റ്റ് 200 ml എത്തുമ്പോൾ എന്ത് ചെയ്യണം, ആ സ്റ്റോപ്പ് വാച്ച് നിർത്തിയിട്ട് ആ ടൈം എത്രയാണെന്നല്ലേ നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് കിട്ടിയ 91 സെക്കൻഡാണ്. 91 സെക്കൻഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ 1 മിനിറ്റും എത്ര സെക്കൻഡാണ്, 31 സെക്കൻഡ്. അപ്പോൾ അതാണ് 91 സെക്കൻഡ് എന്ന കണക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വെള്ളം മറിക്കുക. ഈ വെള്ളം വീണ്ടും മറിച്ചിട്ട് ഇത് ഫുൾ എംപ്റ്റി ആയ ശേഷം വീണ്ടും ഇവിടെ വെക്കുക. എന്നിട്ട് ഇതിൽ ഫസ്റ്റ് ഡ്രോപ്പ് പോകുമ്പോൾ വീണ്ടും ആ ടൈമർ അത് അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ആ ടൈമർ ഓൺ ആക്കുക. അപ്പോൾ എന്താ ഇതിൽ അപ്പോൾ വീണ്ടും ഇങ്ങനെ വെള്ളം നിറയും 200 എത്തുമ്പോൾ പിന്നെയും സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂസ് എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഒരേ ഇതിലാണ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ 50 പിന്നെ 100 അത് കഴിയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ നിർത്താൻ പാടില്ല. നമ്മളിപ്പോൾ ഇതിൽ കണ്ടിട്ടില്ലേ, ഇതിൽ 0, 5 ഇതിൽ ഒരിക്കലും ഇവിടെ റീഡിങ്സ് നിർത്തുന്നില്ല. അതായത് ടൈമർ നിർത്താണ്ട് ഇങ്ങനെ വന്നത്. അപ്പോൾ ആ സൈമിൾട്ടേനിയസ്ലി ടൈമർ പോകുന്ന 5-ലെത്തുമ്പോൾ റീഡിങ്സ് നോട്ട് ചെയ്യുന്നത്, 10-ലെത്തുമ്പോൾ റീഡിങ്സ് നോട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ പ്രശ്നം ഒഴിവാക്കാനാണ്. അപ്പോൾ അതേ പ്രശ്നം എന്തായിരുന്നു ഇവിടെ വരുന്നത് 50-ൽ. അപ്പോൾ എന്താ 50 ml, അപ്പോൾ 50 ml ആകുമ്പോൾ ആ ടൈം നോട്ട് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ സൈമിൾട്ടേനിയസ്ലി ഒരാൾ ടൈം നോക്കുന്നു, ഒരാൾ റീഡിങ്സ് നോക്കുന്നു. അപ്പോൾ അത് കുറച്ച് മെനക്കെട്ട പണിയായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കേണ്ടിയിട്ടാണ് ഒരേ ഇതിലെടുത്തത്. അപ്പോൾ എന്താ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ നമ്മൾ ആ വെള്ളം മറിച്ചിട്ട് ഈ സാധനം റീസ്റ്റാർട്ട് ആക്കിയിട്ട് വീണ്ടും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് മെനക്കേടായിരുന്നു. അല്ലെങ്കിൽ രണ്ടാളെ സൈമിൾട്ടേനിയസ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് വെച്ചിട്ടേ കാര്യം നടക്കുള്ളൂ. ഇപ്പോൾ ഇതായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്താ ഇത് വീണ്ടും മറിക്കുക, ഒന്നും കൂടി എടുക്കുക. ഇത് വീണ്ടും തുടങ്ങുമ്പോൾ വീണ്ടും ടൈമർ ഓൺ ആക്കുക, എത്ര സെക്കൻഡാണെന്നില്ല നോട്ട് ചെയ്യുക, വീണ്ടും മറിക്കുക, എന്നിട്ട് ഇത് റീസ്റ്റാർട്ട് ആക്കുക. അങ്ങനെ ഒരു 4 റീഡിങ്സ് എടുക്കുക. 4 ഓൾമോസ്റ്റ് സെയിം തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് റെഡിയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ കോളത്തിൽ ഇത് ഡിവൈഡ് ബൈ ഇത്. അപ്പോൾ ഈ വാല്യൂസ് ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എടുക്കുക. ഇതിൻ്റെ ആവറേജ് കിട്ടുന്ന ഈസ് 4 വാല്യൂസ് ഡിവൈഡ് ബൈ 4. അപ്പോൾ എന്തായാലും ബേസിക്കലി ഇത് സെയിം ആയതുകൊണ്ട് ആവറേജ് ഇത് തന്നെ സെയിം ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇനിയിപ്പം കാൽക്കുലേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഈ കണ്ട θ1, θ2, θ3, θ4
ഈ കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാലുള്ള വാല്യൂ ആണ് നമ്മൾ ഓരോന്നായിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ എം എന്ന് പറയുന്നത് 2.197 ഗ്രാം പെർ സെക്കൻഡ്. ഏത് അതായിരുന്നു കിട്ടിയത്? ഈ കോളത്തിൽ നിന്നാണ് ആ എമ്മിൻ്റെ വാല്യൂ കിട്ടിയത്. അത് കിട്ടിയല്ലോ, ഗ്രാം പെർ സെക്കൻഡ്. സി ആക്ച്വലി ഗൂഗിളിൽ നിന്ന് കണ്ടുപിടിച്ചാണ്, അതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. സ്പെസിഫിക് ഹീറ്റ് 4.186 ജൂൾ പെർ ഗ്രാം സെൽഷ്യസ്. ഏരിയ πr² ഞാൻ പറഞ്ഞ പോലെ 3.14. ആ ഡയമീറ്ററിൻ്റെ എന്താണ് പകുതിയാണ് റേഡിയസ് ഇത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സ്ക്വയർ എടുത്ത്. അപ്പോൾ എന്താ ഇത്ര 5.3 × 10⁻⁴ മീറ്റർ സ്ക്വയർ. ഡി ആണ് ബേസിക്കലി ആ ഡിസ്റ്റൻസ്. ഓക്കെ, ഡി എടുപ്പോയി ഞാൻ പറയില്ല, ഈ രണ്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് ആക്ച്വലി എന്ത് വെച്ചിട്ടാണ് മെഷർ ചെയ്യാം? അത് ആക്ച്വലി മെഷർ ചെയ്യാൻ വഴിയുണ്ട്. നമ്മൾ ഈ പറഞ്ഞ എന്താണ് നമ്മൾ എല്ലാം ഉപയോഗിക്കുന്ന ആ ഒരു കുഞ്ഞ് എന്താണ് ഗ്ലാസിൻ്റെ സ്കെയിൽ. ഏത് ഞാൻ പറഞ്ഞല്ല, അതിനെ പറയാം നമ്മളെ 15 മീറ്ററിൻ്റെ സ്കെയിൽ. അത് വെച്ചിട്ട് ഇതിൻ്റെ ഈ അറ്റവും ഇതിൻ്റെ തുടങ്ങുന്നതും ഇതിൻ്റെ അവസാനിക്കുന്നതും ഒരു ഇതുണ്ട്. ആ ഡിസ്റ്റൻസ് ബേസിക്കലി നമുക്ക് കിട്ടിയത് 9.5 സെൻറ്റിമീറ്റർ ആയിരുന്നു. അത് ആക്ച്വലി ഈ ഒരു ഇതിൻ്റെ മുകളിലും L എന്ന് പറഞ്ഞിട്ട് R = സംതിങ്, L = 9.5. ആ L എന്ന് പറയുന്നതാണ് ബേസിക്കലി ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അല്ല ഡി എന്നും പറയൂ. ആ ഡിസ്റ്റൻസാണ് 9.5. അപ്പോൾ ഇതിലില്ല 9.5 സെൻറ്റിമീറ്റർ എന്നായിരുന്നു. പക്ഷേ നമ്മളതൊന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി സ്കെയിൽ വെച്ചിട്ട് 9.5 തന്നെയാണ് കിട്ടുന്നത്. അത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇനി അത്ര വിശ്വാസമാണെന്നില്ല വീണ്ടും. കാരണം ആകെ ഇവിടെ ഈ ഒരു അപ്പാരറ്റസ് മാത്രമേ ഉള്ളൂ, വേറെ പെട്ടിയൊന്നുമില്ല, ഒറ്റ പെട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, സ്കെയിൽ എടുത്തിട്ട് മെഷർ ചെയ്ത് നോക്കുക. അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി അത് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസാണ് ബേസിക്കലി ആ സ്കെയിൽ വെച്ചിട്ട്, നോർമൽ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്താലും കിട്ടും. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞിട്ടില്ലല്ലോ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇൻ വൺ ഡയറക്ഷൻ മറ്റേ വെർനിയർ കാലിപ്പർ വെച്ചിട്ട് ഒബ്സർവ് ഡയമീറ്റർ ഇൻ വൺ ഡയറക്ഷനിൽ MSR VSR ടോട്ടൽ കണ്ടുപിടിക്കണോ, പിന്നെ ഇൻ അനദർ ഡയറക്ഷൻ. അത് ചെയ്യേണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ആദ്യം VSR, അതായത് മറ്റേ വെർനിയർ സ്കെയിൽ ഇവിടെ വെക്കുക, ഈ അറ്റത്ത് വെക്കുക. ഈ കാണുന്ന എൻ്റെ ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് ഒരു 6 റീഡിങ്സ് എടുക്കുക. ഓൾമോസ്റ്റ് എല്ലാം സെയിമിനെ കിട്ടാൻ വഴിയില്ല. VSR മാറുന്നുണ്ടെങ്കിൽ മാറിയില്ല, അല്ലെങ്കിൽ വലിയ വ്യത്യാസമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഇവിടുന്ന് മാറ്റിയിട്ട് എന്നിട്ട് ഈ അടുത്ത ഇതുണ്ടല്ലോ, അതായത് ഈ കോളപ്പം എന്നിട്ട് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക, ടോട്ടൽ കണ്ടുപിടിക്കുക. ഈ അതർ ഡയറക്ഷൻ കിട്ടാണ്ടിട്ട്. അപ്പോൾ ഇതെന്തെങ്കിലും A+B/2 എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് പോലെയല്ല, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വെർനിയർ ഈട് മാറ്റിയിട്ട് ഇവിടെ വെക്കുക, അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഡയറക്ഷൻ വേറൊരു ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, എൻ്റെ MSRും VSR കണ്ടുപിടിക്കുക, ടോട്ടൽ കണ്ടുപിടിക്കുക, മീൻ ഡയമീറ്റർ കണ്ടുപിടിക്കുക. ഈ ടേബിളിൻ്റെ ഈ പെട്ടി മായ്ച്ചാൽ ഇതിനെക്കൊണ്ട് ആവശ്യമില്ല, അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ അത് വെച്ചിട്ട് ഇത് കണ്ട. അപ്പോൾ മീൻ ഡയമീറ്റർ കിട്ടിയില്ല. അപ്പോൾ ഈ മീൻ ഡയമീറ്റർ കിട്ടണമെങ്കിൽ ഇത് വേണ്ട, A ഇത് B, ഇത് രണ്ടിനും ടോട്ടൽസ് ആണ്. അത് രണ്ട് ആഡ് ചെയ്യുക, /2 ചെയ്യുക. ഇത് പ്ലസ് ഇത് /2 ഇത്ര. അതവിടെ വെച്ചോ. ഇതിവിടെ രണ്ട് ആഡ് ചെയ്യുക, /2 ഇത്ര. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു 6 റീഡിങ്സ് ഇട്ടു. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഈ 6 എണ്ണം കൂട്ടുക, /6 ചെയ്യുമ്പോൾ ഇത്ര കിട്ടും. ഇതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ റേഡിയസ് കിട്ടും, ഇൻറ്റു 10⁻² മീറ്റർ. അപ്പോൾ വാല്യൂസ് എല്ലാം കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യുക, നമ്മളിതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എനിക്ക് എം എന്ന് പറയുന്നത് 2.197 ഇൻറ്റു സി എന്ന് പറയുന്നത് 4.186, അത് സ്പെസിഫിക് ഹീറ്റാണ്, ഇൻറ്റു എന്താണ് MCD ഉണ്ടല്ലേ, ഡി എന്ന് പറയുന്നത് 9.5 സെൻറ്റിമീറ്റർ, അതിൻ്റെ 10⁻². ക്യൂ അതായത് ക്യൂ എന്നല്ല, θ3 മൈനസ് θ4. അപ്പോൾ എന്താ ഇതാ 31 മൈനസ് 28. അപ്പോൾ നിങ്ങൾ ഉറപ്പ് വരുത്തണം θ3 ഈസ് ഗ്രേറ്റർ ദാൻ θ4. തിരിച്ച് ടൈപ്പ് പോകാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ നമ്മളെ ആൻസർ നെഗറ്റീവ് വന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാലോ, ആൻസർ നെഗറ്റീവായി പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, നെഗറ്റീവ് ആവരുത്. അപ്പോൾ നിങ്ങൾ ചെയ്തതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇത് കൂടിയിട്ട് ഇത് കുറഞ്ഞിട്ട് ഇത് കണ്ട് ഇവിടെ ഇത് θ1 ഗ്രേറ്റർ ദാൻ θ2 ആണ്. അപ്പോൾ ഇത് ഈ θ1 മൈനസ് θ2 ചെയ്യുമ്പോഴാണ് ഈ ഡിഫറൻസ് പോസിറ്റീവ് കിട്ടുള്ളൂ. ഡിനോമിനേറ്ററിൽ നോക്ക്, θ1 മൈനസ് θ2 എന്നല്ല, ഇവിടെ A ഉണ്ട്, ഇൻറ്റു θ1 മൈനസ് θ2 MCD ഇൻറ്റു Q θ3 മൈനസ് θ4 ആണല്ലോ. അപ്പോൾ എന്താ ഇവിടെ 84 θ1 മൈനസ് θ2 79. ഈ ഡിഫറൻസ് എത്ര വരും, ഇത് 5 എന്ന് വരും. ഈ ഡിഫറൻസ് എത്ര, 31 മൈനസ് 23 എന്ന് വരും. അപ്പോൾ ഇവിടെ ഇത്ര വാല്യൂസ് ഉണ്ട്, ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് πr². എത്രയായിരുന്നു കിട്ടിയ ആൻസർ, 5.3 ഇൻറ്റു 10⁻⁴. ഈ K എന്ന് പറയുന്നത് ബേസിക്കലി ഇതിന് സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 384.34 കാലോറി പെർ ഗ്രാം പെർ എന്താണ് സെൽഷ്യസ് പെർ സെക്കൻഡ് എന്നാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 300 to 400 റേഞ്ചിലായിരിക്കണം കിട്ടുന്ന ആൻസർ. അതിൻ്റെ യൂണിറ്റ് എന്താണ്, കാലറി പെർ ഗ്രാം ആണത്, GM പെർ
സെൽഷ്യസ് പെർ സെക്കൻഡ് ഇത്രയിലെ ആൻസർ കിട്ടണം. ഇതിൽ കിട്ടുവാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഒരു 290 to 400 റേഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല, വാല്യൂ ശരിയാണ്. പക്ഷേ നമുക്ക് കിട്ടിയ ആൻസർ നോക്ക് 987.82. അതിൻ്റെ ഒരേ ഒരു റീസൺ ഞാൻ മനസ്സിലാക്കിയത് ഈ വാല്യൂ ഇവിടെ കൂടിപ്പോയിട്ടാണ്. ഇതിവിടെ കുറഞ്ഞുപോയി, ഇവിടെ കൂടിപ്പോയി, സ്വാഭാവികമായിട്ടും എന്ത് കൂടിപ്പോയി, ഈ പറഞ്ഞ നമ്മളെ ഇത് കൂടിപ്പോയി. ഇത് വേണ്ട മാസ് ഡിനോമിനേറ്റർ കൂടിയോണ്ടാണ് അതിനാണ് ഇത് കണ്ടത്. അതായത് ഡിനോമിനേറ്റർ സോറി ന്യൂമറേറ്ററാണ് കൂടിയത്. ന്യൂമറേറ്റർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കെ എന്നുള്ള വാല്യൂയും കൂടിപ്പോയി. ഈ സാധനം അതേ സമയത്ത് ഡിനോമിനേറ്ററിലായിരുന്നു കൂടിയതെങ്കിൽ ബേസിക്കലി എം താഴെയായിട്ടായിരുന്നു കൂടിയതെങ്കിൽ അപ്പോൾ എന്താ വാല്യൂ കുറയായിരുന്നു, വാല്യൂ ആക്ച്വലി കുറയുമായിരുന്നു വേണ്ട, പക്ഷേ കൂടിപ്പോയി, അപ്പോൾ പ്രശ്നമായിപ്പോയി. അപ്പോൾ എന്താ ഇത് ആക്ച്വലി നമുക്ക് തെറ്റാണെങ്കിൽ നമുക്ക് സൈന് കിട്ടിയിരുന്നത്. അത് മറ്റെന്താണ് എന്തോ എറർ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്ട്രുമെൻറ്റിൽ എറർ നമുക്ക് സൈന് കിട്ടിയതാണ്. ആ ഇൻസ്ട്രുമെൻ്റ് എന്തോ കുഴപ്പമുണ്ട് എന്നായിരുന്നു ടീച്ചർ പറഞ്ഞത്. അതാണ് ബേസിക്കലി സൈന് കിട്ടാൻ കാരണം. അല്ലെങ്കിൽ എന്താ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ 290 to 400 ഉള്ളിലൊരു റേഞ്ചിൽ കിട്ടണം ആൻസർ. ഇതാണ് ബേസിക്കലി എക്സ്പെരിമെൻറ്റ്. ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേങ്കിൽ തെറ്റിച്ച് കഴിഞ്ഞാൽ അത്ര തന്നെ എളുപ്പത്തിൽ തെറ്റാനും സാധ്യതയുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ്.